ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തക്കാളി മുട്ട ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അപ്പോഴാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എങ്കിൽ ഇനി നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഞാനിപ്പോൾ ഇതാ ഇവിടെ എടുത്തിട്ടുള്ളത്, നമുക്കിതിനാവശ്യമായിട്ടുള്ളത് തക്കാളി തന്നെയാണ് മെയിനായിട്ട്. ഒരു 7 തക്കാളിയും ഒരു 3 തൊണ്ടോളം വെളുത്തുള്ളിയും 4 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അതൊന്നും യാതൊരു കുഴപ്പവുമില്ല. ഇനി ഇത് തക്കാളി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം, കുനുകുനാ തന്നെ. പച്ചമുളക് നടുകയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും തൊലിച്ചെടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി എടുത്തിട്ടുണ്ട്. ഇനി ആ 3 തൊണ്ട് വെളുത്തുള്ളിയിൽ നിന്നും 2 തൊണ്ടേ ഞാൻ തൊലിച്ചിട്ടുള്ളൂ. ഒരു തൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. മടിയായത് കൊണ്ടാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്ര അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതാ ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ളതിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തോളൂ. അതൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒപ്പം തന്നെ കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്, പെരിഞ്ജീരകം. അത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, അത് വെറും ഓപ്ഷണൽ മാത്രമാണ്. ഇനി പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്, 1 ടേബിൾ സ്പൂണോളം. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ നമ്മൾ ഒഴിക്കുന്ന വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല, ഓയിലായാലും കുഴപ്പമില്ല, അതും ഈ തക്കാളിയിൽ ഉണ്ടാകുന്ന വെള്ളവും മാത്രമാണ്. ഈ തക്കാളിയിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിനു വേണ്ടി നമുക്ക് 5 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. അതുവരെ ഇതുപോലെ 5 മിനിറ്റ് വെച്ച് മൂടി വെച്ച് വേവിച്ച് തന്നെ എടുക്കണം. ഇതുപോലെ കയ്യിലിൻ്റെ ബാക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ച് കൊടുത്താലും മതി. 5 മിനിറ്റ് വെച്ച് മൂടി വെച്ച് തുറന്ന് വരുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇതിൻ്റെ തൊലിൻ്റെ ആ ഒരു പ്രശ്നവും വരില്ല, ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുത്താൽ. ഇനി ഒരു 5 മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് തക്കാളി ഒന്നും കൂടി ഉടയട്ടെ. പിന്നെ അത് മാത്രമല്ല, ഈ തക്കാളിയിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളമാണല്ലോ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ വെള്ളവും നന്നായിട്ടൊന്നും ഇങ്ങോട്ട് വറ്റി വരേണ്ട ആവശ്യമുണ്ട്. ഒരു 5 മിനിറ്റും കൂടി മൂടി വെക്കാം, ഇതിലുള്ള വെള്ളം ഒന്നും കൂടി ഒന്ന് വറ്റി വരാൻ വേണ്ടി. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമെല്ലാം ഒന്നും കൂടി വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് മുട്ടയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട മാത്രമാണ് ചേർക്കുന്നത്. അതും കൂടി ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 2 3 മുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. 2 മുട്ട വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഈ മുട്ടയിൽ നിന്നുണ്ടാകുന്ന ആ വെള്ളവും ഒന്ന് നന്നായിട്ട് വറ്റി വരേണ്ട ആവശ്യമുണ്ട്. അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. മുട്ടയും ഈ തക്കാളിയും ഒക്കെ നന്നായി ഒന്ന് മിക്സായി കിട്ടുകയും വേണം. അതിലുള്ള എരിവും ഉപ്പുമൊക്കെ ഈ സമയത്ത് നമുക്ക് എരിവും ഉപ്പുമൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റും കൂടി മൂടി വെക്കാം. ഒന്നും കൂടി നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് മുറുക്കി വരട്ടെ.
ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോറാണ്. ഒരു പ്ലേറ്റ് ചോറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ചോറ് നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് റേഷൻ അരിയുടെ ചോറാണ്. പിന്നെ അധികം വേവിക്കാത്ത ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായി നമുക്ക് ചാക്കരിയോ അതുപോലെ മട്ടരിയോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നിട്ട് ഇനി ഈ ചോറും ഈ തക്കാളിയും മുട്ടയും ഒക്കെ കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ സാവകാശം ഇതുപോലെ മിക്സാക്കി എടുത്താൽ മതി. ധൃതി കൂട്ടിയിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. സാവകാശമായിട്ട് ഇതുപോലെ മിക്സാക്കി ഇങ്ങനെ എടുത്ത് കിട്ടിയാൽ എല്ലാം നന്നായിട്ട് മിക്സായി വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. മിക്സാക്കിയ പാട് തന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒരിക്കലും മാറ്റരുത്. ഈ സമയത്ത് ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയുണ്ട് എന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും കൂടി ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാൻ മല്ലിയിലയും ചേർത്തിട്ടില്ല. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുട്ട ചോറിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് അച്ചാറോ ഉപ്പിലിട്ടതോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ടും കഴിക്കാവുന്നതാണ്. അതല്ലാതെ ഇങ്ങനെ വെറുങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറന്ന സമയമല്ലേ. കുട്ടികൾക്ക് ചോറ്റും പാത്രത്തിലും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വേറെ കൂട്ടാനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ചൂടോട് കൂടി കഴിക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ കഴിക്കുന്നവരുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ ഓൾ ബട്ടണും കൂടി ഞെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ തക്കാളി മുട്ട ചോറിൻ്റെ റെസിപ്പി ഇതാ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ്. തക്കാളിയും പച്ചമുളകും മുട്ടയും ചോറൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.